ഒരു കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥി. അതെ, ദൃശ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ അതിഥിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. മോഹിനിയാട്ടത്തിലും ഈ ഒരു ചെറിയ പരിപാടി വരുന്നുണ്ട്. ക്ഷണിക്കപ്പെടാതെ എത്തുന്ന ഒരു അതിഥി ഈ സിനിമയിലുമുണ്ട്. ആ അതിഥി ആരാണെന്നും ഇപ്പൊ പറയുന്നില്ല, കാരണം സിനിമ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ അതിഥിക്ക് ആ ഒരു കുടുംബത്തിൽ, നമ്മൾ ഭരതനാട്യത്തിൽ കണ്ട സെയിം കുടുംബമാണ്, ആ കുടുംബത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ, ഇതെല്ലാം അറിയണമെങ്കിൽ സിനിമ കാണണം. പക്ഷെ ഇത് ഭയങ്കര രസകരമായിട്ട് നമ്മുടെ ഡയറക്ടർ, ഇതിന്റെ കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ടോട്ടൽ ജോണർ ഷിഫ്റ്റ് ആണ് ഈ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഭരതനാട്യം ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു കോമഡി ഫാമിലി മൂവി ആയിരുന്നെങ്കിൽ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു ഡാർക്ക് കോമഡിയാണ്. ആൻഡ് ദിസ് ഡാർക്ക് കോമഡി ഒരിക്കലും നമ്മൾ ഭരതനാട്യത്തിൽ കണ്ട ഒരു കുടുംബം ഇങ്ങനെ ചെയ്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം അത്രയും രസമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. കാരണം ഇത് ഒട്ടും വിശ്വസനീയമല്ല, ഡാർക്ക് കോമഡി ആണല്ലോ. അപ്പോൾ അത്രത്തോളം ഒരു പ്രേക്ഷകനെ ഞങ്ങൾ കാണുന്നത് ഈ ഒരു ജോണർ തന്നെയാണ്. ഇതൊരു കിടിലൻ സാധനമാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇതൊരു എന്റർടൈൻമെന്റ് പരിപാടിയാണ്. നമ്മൾ ലോജിക്കൊന്നും നോക്കി പോകരുത്, നമുക്കൊന്നും കിട്ടില്ല. സൈജു കുറുപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള എൻറ്റയർ കാസ്റ്റ്, കലാരഞ്ജിനി, കുറെ അഡീഷൻ ആയിട്ടുള്ള നമ്മുടെ ബേബി ജീൻ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. ഭയങ്കര രസകരമായിട്ടുള്ളൊരു മാനറിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുരാജ് വെഞ്ഞാറമൂട് സൂപ്പർ, പറയേണ്ട കാര്യം സുരാജ് എങ്ങനെയാണെന്ന്. ആൻഡ് ഹി ഹാസ് വെരി ഗുഡ് റോൾ. അങ്ങനെ പലരും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. സിനിമ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഡിഫറെന്റ്, ഈ കൊല്ലത്ത് കണ്ട നല്ല സിനിമകളിൽ ഒരു സിനിമ തന്നെയാണ് ഭരതനാട്യം. അതാണ് എനിക്ക് പറയാൻ.